ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ ഞങ്ങൾ ബോട്ടിങ്ങിന് ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെ ഫാമിലി എല്ലാവരും കൂടെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു, സ്റ്റേ എങ്ങനെയായിരുന്നു, സ്റ്റേ അല്ല വൺ ഡേ ട്രിപ്പായിരുന്നു, എന്നാലും എങ്ങനെയായിരുന്നു ടോട്ടലി എന്നാണ് കാണിക്കണേ. സോ ഹായ് ഗൈസ്, നമ്മളിപ്പോൾ എവിടെ എത്തി? എനിക്കിഷ്ടമല്ല വലിയ തല്ലിടുന്നത്. ഹൗസ് ബോട്ടിങ്ങിനാണ് എത്തിയിരിക്കുന്നത്. അത് സാമ്പ്രാണിക്കോട് കൊല്ലം ജംഗ്ഷൻ. നമ്മളിപ്പോൾ കൊല്ലത്ത് ബോട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ബോട്ടിൽ എത്തിയിട്ട് കാണാം. ഇപ്പൊ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ബോട്ട് നമ്പർ 1 എന്നൊക്കെ പറയുന്നതായിട്ട്. അങ്ങോട്ടാണ് ആ ബോട്ടല്ലെന്ന്, അപ്പുറത്തെ ബോട്ടാണ്. നമുക്ക് അപ്പുറത്തെ വലിയ ബോട്ടിൽ കയറാമേ. നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് ഗൈസ്. ഇതൊന്നും പേര് ബോട്ടിന്റെ ഒന്നും എഴുതിയിട്ടില്ല. ആരുമില്ല ഇവിടെ നമ്മളെ ഒന്ന് കൊണ്ടുപോകാൻ പോലും. അതെ, ഗൈഡ് ആരുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ഗൈഡ്. നല്ല വൃത്തിയുള്ള കുളവാ. ഇത് തന്നെ ബോട്ട് ഉറപ്പാണല്ലോ അല്ലേ? നമുക്ക് ബോട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. ബാത്റൂമൊക്കെ ഉണ്ട്, നല്ല സെറ്റാ. ചാർജർ എടുത്തില്ല. ഇതാണ് സെക്കൻഡ് റൂം. ഇവിടെയും ബാത്റൂം ഉണ്ട്. നല്ല വൃത്തിയുള്ള വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നാരങ്ങ ഉൾപ്പെടെ ഉണ്ട്. മിൽമാപ്പാല് ഇവിടെ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. എടുത്തു തുടങ്ങുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇവിടെ സ്വിച്ച് ഞങ്ങൾക്ക് കിട്ടിയില്ല. വെറുതെ ഷോയ്ക്ക് വെച്ചേക്കുന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട്. അത് ഓണാവുന്നില്ല. എങ്ങനെയുണ്ട് ബോട്ട്? അവൻ അപ്പോഴേ അറിയായിരുന്നു ബോട്ടിൽ ഫാനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പ്ലാസ്റ്റിക് ആയിരിക്കും മിക്കവാറും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾക്കൊരു ഇഞ്ചി ഇട്ട നാരങ്ങ വെള്ളം തന്നിരുന്നു. ഇനി മേലെ ഇവിടുന്ന് ചോദിക്കരുതെന്ന് ഉദ്ദേശത്തിലാണോ എന്നറിയത്തില്ല. നന്നായിട്ട് ഇഞ്ചി താഴ്ത്തി തട്ടിയിട്ടുണ്ട്. ഇഞ്ചി ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കൊന്ന് ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടി അതിന് മെഡിസിനായിട്ട് ഉദ്ദേശിച്ചാണ് അറിയില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ല. എരിവുണ്ട്, ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ജിഞ്ചർ ഒരുപാട്. നമ്മളിപ്പോൾ വണ്ടി എടുത്തു. മണിക്കുട്ടിയുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. So beautiful, so elegant, looking like a wow. ഇതിലാണെങ്കിൽ ആദ്യമേ കയറിയപ്പോൾ ഞങ്ങളടുത്ത് തന്നെ ആലപ്പുഴ വരെയൊക്കെയാണ് പോണേന്ന്. മണ്ടിയായി ഞാനത് വിശ്വസിക്കുകയും ചെയ്തു, അത് വേറെ കാര്യം. പക്ഷെ അവിടെ എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, ഇതിപ്പോൾ എവിടെ എത്തി? ഇത് വഴിയാ പോണേന്ന് നമുക്കറിയത്തില്ല. ഇത് എങ്ങോട്ടാ പോണത്? ഇതിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാ മണിക്കുട്ടി? ഇതിന്റെ ലാസ്റ്റ് ആലപ്പുഴ. നമ്മൾ ആലപ്പുഴ പോയിട്ടാണ് നമ്മൾ വീണ്ടും തിരിച്ചു വരും. വൺ ഡേ ട്രിപ്പാണ്. അങ്ങനെ പറ്റിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും നല്ല ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇപ്പം ഒന്ന് പറ. നെയ്മീൻ കറിയാണ്. നെമ്മീൻ കറി. പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക്. ഇവരുടെയൊക്കെ ഈ നിഷ്കളങ്കമായ മുഖം കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും പറയുമോ എന്നെ കളിയാക്കുകയാണെന്ന്? സത്യം പറഞ്ഞാൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ. എനിക്ക് ഈ ബോട്ടിങ്ങിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ കാണുന്ന വ്യൂസും കാര്യങ്ങളൊക്കെ എന്ത് രസമായിരുന്നെന്നറിയോ കാണാൻ. പിന്നെ ഇതേ ആ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി. അവിടെ നിന്ന് നടന്ന്
നിൽക്കാവുന്ന അത്ര വെള്ളമേ ഉള്ളൂ, ഒരു കുഞ്ഞു ദ്വീപ് കണക്ക്. പക്ഷെ ഞങ്ങൾ അവിടെ ഇറക്കിയില്ല. അവിടെ അതും പറഞ്ഞും പറ്റിച്ചു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അവിടെ ഇറക്കുമെന്നാണ്, പക്ഷെ അവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അത് ചെറിയ ബോട്ടേ അതിലേ കൂടി പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെയാണെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി ഓട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാർത്തിയായിരുന്നു ഫുൾ ഓട്ടിച്ചതെന്ന് എനിക്ക് തോന്നി. കുഞ്ഞാറ്റം കാർത്തിയും തന്നെയാണ് ഫുൾ ഓട്ടിക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങളെ കണക്ക് തന്നെ വേറെ ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. എന്തോ അഷ്ടമുടി കായലോ, അത് തീരാറായ സ്ഥലമാണ്. ഇനിയിപ്പം അഷ്ടമുടി കായലല്ല, വേറെ എവിടെ കണ്ട വേറെ എവിടെ മുത്തമ്മ? ഇനി അങ്ങോട്ട് എന്താണ്? കല്ലടയാറ്. ഇതാണ് എൻ്റെ മാമി. യൂട്യൂബ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ശോകമാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് സംസാരിച്ച് വണ്ടി ഓട്ടിക്കായിരുന്നു. കാർത്തി ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡ് ഉണ്ട്, ട്രൈ സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ ഏകദേശം എൻ്റെ ഓഫീസൊക്കെ മാറിയിരിക്കുകയായിരിക്കും. എനിക്ക് ദോഷമാണ് ഇപ്പോഴത്തെ ഉണ്ടായിട്ട്. സോ ഡിഫിക്കൽട്ട് ടു പിരിയൽ. സോ ഇങ്ങനെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ. ഇതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ തലകൾ വരുന്നുണ്ടായിരുന്നു. അത് കൊക്കോ ഏതോ പക്ഷിയോ എന്തോ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കരിക്ക് കുടിക്കാൻ വേണ്ടി അടുപ്പിച്ച്. അതിനാണോ ഇട്ടിരിക്കുന്നത് കാണാൻ പോകുമ്പോൾ കുറച്ച് റെസ്റ്റിംഗ് ടൈം? അത് എന്റെ വീട്ടിലുണ്ടല്ലോ, എന്തിനാ ഇവിടെ നിർത്തണേ? അത് ലോക്കൽ മീൻ. ഇവിടെ കിടക്കുന്നത് നല്ല ഫ്രഷ്, നല്ല അടിപൊളി മീനുകൾ. ഞാൻ കണ്ടില്ല. ഓ അവിടെ മീൻ അവിടെ ഓടുന്ന കരിമീനാണെന്ന് തോന്നുന്നു. കരിമീന്റെ കൊച്ചാന്ന് തോന്നുന്നു. നമ്മളിപ്പം കരിക്ക് കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഗായ്സ്. ഇതങ്ങ് നമ്മളെ കരിക്കൊക്കെ കുടിച്ചു. കാർത്തിക് എന്തോ പ്രശ്നം? ബോട്ടിൽ കയറണോ? നീ ചാടി കയറോ? അതോ അത് പോണ ഇതോ പോണ? അതിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് നീ കയറുന്ന. കരിക്കൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചു കയറിയപ്പോഴും ബോറടിച്ചു തുടങ്ങി. അപ്പം ഞങ്ങൾ കാർഡ് എടുത്ത് കളിച്ചതാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയ്യിലെടുത്ത് വെച്ചോ ഗെയിം കളിക്കാൻ. ചേട്ടനും എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഗെയിം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ 2 റൂളും. അത് കഴിഞ്ഞ് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവർ ഫുള്ളിങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതൊക്കെ കാണാൻ വേണ്ടി. ഇത് കരിമീനാണ്. ഇതെന്താണ്? ചിക്കൻ ഫ്രൈ, ചിക്കൻ പെരട്ട്. ഇത്രയൊക്കെ ഉള്ളു. ബാക്കിയെല്ലാം അവിയലും കുവിയലും. പിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ ബോറടിയൊന്നും ഇല്ലായിരുന്നു. ഇവൻ്റെ കുർത്തക്കേട് തന്നെ മതി നമ്മുടെ ഒരു ദിവസം പോകാൻ വേണ്ടി. കുറേ നേരം അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് ഉറങ്ങിയൊക്കെ എണീറ്റപ്പോഴത്തേക്കും ചായയും പഴംപൊരി റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതെല്ലാം കൂടി ഇരുന്ന് കഴിച്ച് എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചെത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടിക്കുന്നത് നമ്മൾ തന്നെ മാറി മാറി ഓട്ടിക്കുക. ചേട്ടനൊന്നും ഒരു പണിയില്ലെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ തന്നെ ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ തന്നെ എടുത്തതെന്ന് എനിക്ക് തന്നെ വിശ്വാസമില്ലായിരുന്നു. നല്ല രസമല്ലേ ഇത് കാണാൻ? വൈബായിരുന്നു, സെറ്റായിരുന്നു. എല്ലാവരും ഭയങ്കര വൈബായിരുന്നു. ഒരു കോലമായി പോയ ലുക്കല്ല ഇത്. നീ നമ്മൾ എങ്ങോട്ടാ പോണേ? പെനിയിൽ പോണാ? പെനിയിൽ എന്തിനാ കഴിക്കാൻ പോണ്? ഐസ്ക്രീം കഴിക്കാൻ പോണാ? ഓ ഓ ഒരു ടെൻഡർ കോക്കനട്ട്, ഒരു എന്താണ് ഡിലൈറ്റ്,
പിന്നെ നമുക്ക് എന്തിനു വേണം? ഫ്രൂട്ട് സാലഡ്, ബീഫ്, മാംഗോ, ചോക്ലേറ്റ്, എനിക്ക് മെൽറ്റഡ് ബ്രൗണി. എല്ലാവരും കൂടി 2-3 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെത്തി. ഇപ്പം എത്ര മണിയായി അറിയാൻ മേല. ഇപ്പം എത്തിയതേ ഉള്ളൂ. എനിക്ക് ജലദോഷമായി. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.